നമ്മൾ ഇന്ന് കാലിക്കറ്റ് ചെലപ്പുറത്ത് റഫീഖാൻ്റെ വീട്ടിലാണ് വന്നത്. ഇവിടെ നമ്മൾ കിച്ചൺ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്, എന്തൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്തത്? ഇവിടെ ആദ്യം സിങ്ക് അതിനുള്ളത്, ഇത് അവിടെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമല്ലേ, അത് സിങ്ക് അതിനുള്ളത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യൽ. അപ്പോൾ അത് മാറ്റി കുറച്ചും കൂടി മുന്നോട്ട് ഇവിടെ ഇങ്ങനെ സ്ലേവാക്കി അങ്ങനെ വെച്ച്, പിന്നെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇല്ല, ഇപ്പം അതാ ആ സ്ഥലത്ത് ഇവിടെ ഒരു പില്ലറാണ്, ഇവിടെ ഇങ്ങനെ ഒരു പില്ലർ കൊടുത്ത് അതിന് മുകളിൽ കുറച്ച് പിന്നെ ബാത്റൂമും കാര്യമൊക്കെ ഉള്ളതും കൂടെ നല്ല പില്ലറെല്ലാം കൊടുത്തിട്ട് റെഡിയാക്കി കുറച്ചും കൂടി സ്പേസ് ആക്കി. കബോർഡുകളൊക്കെ അതാ പിന്നെ അലൂമിനിയം പ്ലസ് മൾട്ടിവുഡിലാണ് ഇത് ചെയ്തത്. ആദ്യത്തെ കിച്ചണിൽ ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ലേനു. ഇപ്പോൾ ഒരുപാട് സാധനങ്ങളല്ല, ഫുൾ സാധനങ്ങൾ ഇതിലേക്ക് ഈ ഫുൾ ഷെൽഫുകളിൽ വെക്കാം. നല്ലപോലെ സ്പേസ് ഉണ്ട് ഇതിന്. ഇവിടെ പിന്നെ ഇതിപ്പോൾ മൾട്ടിവുഡിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ പിന്നെ മൾട്ടിവുഡിൽ ചെയ്തൊരു സാധനമാണ്. പക്ഷെ നല്ല സുഖമാണിത്. കാരണം വെച്ചാൽ പാത്രം ഇവിടുന്ന് കഴുകുക, പിന്നെ പുറത്ത് കാണുകയില്ല, ഫുൾ കവേർഡായിട്ട് എല്ലാ സാധനവും നമ്മൾ ഡെയിലി എടുക്കുന്നതും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ പോവും. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പേസ് ആണെന്നുള്ളത്. പക്ഷേങ്കിൽ ഇവിടെ 2 പ്ലഗ് കൊടുത്തിട്ട് ഓവണ്ടത്, എയർ ഫ്രയർ, പിന്നെ കെറ്റിൽ എല്ലാ സാധനങ്ങളും വെക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ആയി. പിന്നെ ഇവിടെ ഫ്രിഡ്ജ് എല്ലാം ഒരു ചെറിയ സ്പേസിൽ നല്ല ഇതായിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പ് ഇവിടെ തീരെ സ്പേസിൽ ഇത്ര ഉള്ളേനു സ്ഥലം. അപ്പോൾ അടുപ്പ് എന്താക്കി, ഇവിടെ കിണറാണ് അവിടെ വരുന്നത്. ഇവിടെ സ്ലേവ് വെച്ചിട്ട് സ്ലേവൊക്കെ ഉണ്ടാക്കി ഇവിടെ നല്ല സ്പേസാക്കി അടുപ്പിന് നല്ല സൗകര്യമായിട്ടുണ്ട്. ഇപ്പോൾ വളരെ കംഫർട്ടബിളാണ്. അതിൻ്റെ അപ്പുറത്ത് കിണർ. പിന്നെ ഈ ഗ്രില്ലുകളൊക്കെ ആദ്യം ഇല്ലേനു. ഇപ്പോൾ ഈ ഷീറ്റ് കാര്യങ്ങളൊക്കെ വേറെ ഷീറ്റ് അതിനുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മഴ പെയ്താലും പിന്നെ വെള്ളം ഇതായാലൊന്നും സൗണ്ട് ഇല്ലാത്ത സാൻഡ്വിച്ച് ഷീറ്റാണുള്ളത്. ഈ ഗ്ലാസ് ഇവിടെ ഇട്ട് ഒരു ഗ്രില്ല്, ഒരു ഗ്ലാസ് ഇട്ട് അത് ഉള്ളിൽ തന്നെ ഡോറാണ്, അവിടെ ലോക്കാക്കുകയും ചെയ്യാം. പിന്നെ കറക്റ്റ് 2 സൈഡിലും ഗ്രില്ലായതുകൊണ്ട് എയർ പാസിങ് കറക്റ്റ് നടക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ബാസ്യത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. കാരണം വെച്ചാൽ ഞങ്ങളും കൂടി പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഈ ഒരു വർക്ക് ഏരിയ ഇങ്ങനെ ആയി കിട്ടും എന്നുള്ളത്. അത്രയും ചെറിയ സ്പേസ് അതിനുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടുന്ന്. അപ്പോൾ 20 ദിവസം കൊണ്ടാണ് ബാസ്യത്തിൽ പണി ചെയ്ത് തന്നതും. ഞങ്ങൾക്ക് പോകാൻ വീട്ടിൽ ആളില്ലാത്ത സ്ഥിതി അങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ പൊളിക്കലും പണി തീർക്കലും കബോർഡ് ഫിറ്റിങ്ങലും എല്ലാം പെട്ടെന്ന് 20 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എമൗണ്ടാണ് വന്നിട്ടുള്ളൂ. റഫീഖ, നമ്മൾ നേരത്തെ കണ്ട കിച്ചൺ ഏകദേശം എത്ര ബഡ്ജറ്റ് ആയിട്ടുണ്ട്? 395 ആണ് കോൺട്രാക്ട്. അത് 20 ഡേയ്സ് കൊണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. 20 ഡേയ്സ് കൊണ്ട് ആ പഴയ കിച്ചൺ പൊളിച്ച് കളഞ്ഞിട്ട് അടുത്തത് ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വെൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത് ഹാപ്പി ആയതിനെ കൊണ്ട് അടുത്ത 2 ബെഡ്റൂമിൻ്റെയും ഈ ഒരു റൂമിൻ്റെയും കൂടെ ഇൻറ്റീരിയർ ചെയ്യാനുള്ള കരാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാസിതായിട്ട് കരാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നില്ല, കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പോകാനുള്ളതിനെ കൊണ്ട് ഞങ്ങളിപ്പോൾ 2 ദിവസം കൊണ്ട് പോകും. അല്ല റഫീഖ, ഞങ്ങൾ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ഹാപ്പിയാണ്. 100% ഹാപ്പി. അടുത്ത എന്തെങ്കിലും വർക്ക് ആരെങ്കിലും ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും റിലേറ്റീവ്സിനോ ഉണ്ടെങ്കിൽ ബാസിതിൻ്റെ പേര് ഞാൻ റെക്കമെൻഡ് ചെയ്തിരിക്കും.